അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കോവയ്ക്ക വെച്ചിട്ടുള്ളതാണ്. കോവയ്ക്ക വെച്ചിട്ട് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം കോവയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതായി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഓരോ കോവയ്ക്കയും 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത കോവയ്ക്ക മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ചെറിയ ഒരു രീതിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ച് വേണം ഇതെടുക്കാനായിട്ട്. അപ്പൊ കോവയ്ക്കയും കറിവേപ്പിലയും ഇതാ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. നമ്മൾ ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത് പൾസ് ചെയ്ത് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി. ഒരേ സ്പീഡിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പേസ്റ്റ് പരുവത്തിനായി പോവും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത് ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടാക്കി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആകുമ്പോൾ നാടൻ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 10 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളിയാണ് 10 എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 വെളുത്തുള്ളിയൊക്കെ എടുത്താൽ മതിയാകും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഓരോന്നും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വയ്ക്കാം. ഇപ്പോൾ ഒരു 20 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക. മീഡിയം സൈസ് സവാള ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഈ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഗോൾഡൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. മുഴുവനൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കോവയ്ക്ക ഒന്ന് വെന്ത് വേണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കോവയ്ക്ക മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. ഇപ്പോൾ കോവയ്ക്കെല്ലാം നല്ലോണം എന്തോ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ കുറച്ച് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, അധികം എരിവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതുവരേക്കും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല ചൂടാണ്, ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ബ്രെഡ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ചൂട് മാറിയിട്ട് വേണം ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റും കിട്ടും. മാത്രമല്ല നല്ലോണം പൊട്ടിയൊന്നും പോകാതെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാനും പറ്റും. അല്ലാതെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഒന്നും പൊട്ടി പോകാതെ കറക്റ്റ് ഷേപ്പിന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബ്രെഡ് പൊടിച്ചതിന് പകരം 3 ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബ്രെഡ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നമുക്ക് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കുഴച്ച് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതൊന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തില്ല. കറിവേപ്പില മാത്രമാണ് കോവയ്ക്ക ഒന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും മതി. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്തതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് മിക്സ് എടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ചെറിയ രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം കോൺഫ്ലോറും എടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഈ മാവൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസ് ബാറ്ററായിട്ട് മാവ് കലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഇതുപോലെ ചെറിയൊരു ലൂസ് ബാറ്ററായിട്ട് വേണം ഈ മാവൊന്ന് കലക്കിയെടുക്കാൻ. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് 1 നുള്ളിപ്പിട്ട് കൊടുക്കാം. 2 നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് വേണ്ടത് 4 ബ്രെഡാണ്. ഈ ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി കൈകൊണ്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയ ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഉരുട്ടി ഷേപ്പ് ചെയ്തെടുത്തത് ഓരോന്നും ഈ മൈദയിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ടയാകുമ്പോൾ 2 മുട്ട എടുത്തിട്ട് 2 നുള്ളു ഉപ്പ് 2 നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുപോലെ ചെയ്തെടുക്കുക. മൈദയിലിട്ട് ഡിപ്പ് ചെയ്തെടുത്ത ഓരോന്നും ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ കോട്ടിംഗ് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒറ്റ കോട്ടിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഡബിൾ കോട്ടിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിരിക്കും. ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. 10 സെക്കൻഡ് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു വശം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കോവയ്ക്ക വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഉള്ളിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോവയ്ക്ക വെച്ചിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്